അപ്പോൾ പല ആൾക്കാരും ചോദിക്കേണ്ട എന്തുകൊണ്ടാണ് ഹാർഡ് ഡിസ്ക് സെൻറ്റിനൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതെൻ്റെ ഹാർഡ് ഡിസ്ക്, ഇത് ഞാൻ USB എൻക്ലോഷറിൽ കുത്തിയേക്കുന്ന ഹാർഡ് ഡ്രൈവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്തിൻ്റെ സ്കോർ നമുക്ക് കാണാൻ പറ്റും. SSDയുടെ സ്കോർ ഇത്തിരി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു 2 വർഷത്തിന് മേലെ ഉപയോഗിക്കുന്ന ഒരു SSD ആണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് 100 പെർഫോമൻസ് 100 തന്നെയുണ്ട്. ഇനി നമുക്ക് 1000 ദിവസത്തിന് മുകളിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ SSDയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതും 1000 ദിവസത്തിന് മുകളിൽ വർക്ക് ചെയ്യും. 6.5 TB ഏകദേശം റൈറ്റ് ആയിട്ടുണ്ട്, അതും നമുക്കിവിടെ എഴുതി കാണിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെങ്കിൽ എന്തോരം ഡാറ്റ റൈറ്റ് ആയിട്ടാണെന്ന് അറിയാൻ പറ്റും. അത് 20 TB ആ റേഞ്ച് വരുന്ന ഡാറ്റകൾ വരുന്നൊന്നും എടുക്കാതിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. 10 TB മിനിമം ഉള്ളതാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സ്പാനിൽ എത്ര ഹീറ്റായി ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മാക്സിമം ഹീറ്റായാണ് ഈ 61 രീതി കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇരിക്കും കേട്ടോ അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ സ്മാർട്ടിൻ്റെ ചെക്ക് ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും, അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇൻഫർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നമ്മുടെ SATA SSDയുടെ കൺട്രോളർ ICയുടെ പേര്, നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ SSD ഒറിജിനലാണല്ലോ എന്നൊക്കെ ഇതുവഴി നമുക്ക് ഓൺലൈനിൽ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള ഈ ടൂള് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ റിമൈനിങ് ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ.